ത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈ ഞായറാഴ്ചയുടെ സായംവേളയിൽ ഞങ്ങൾ മാമ്പഴക്കര ഈ പട്ടണത്തിൽ കടന്നു വന്നിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ അന്ത്യകൽപ്പനയായി തൻ്റെ ശിഷ്യവൃന്ദങ്ങളോട് തന്നെ അനുഗമിക്കുന്ന അനുകാരികളോട് ഇങ്ങനെ പറയുകയുണ്ടായി: നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനയായിട്ട് ഇന്ന് ഈ ഞായറാഴ്ചയുടെ സായവേളയിൽ നിങ്ങൾ ക്ഷണിക്കാതെ തന്നെ ഈ കവലയിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾ അനുഭവിക്കുന്നതായ ആത്മരക്ഷയെയും നിത്യസന്തോഷത്തെയും കുറിച്ച് അറിയിക്കുവാനായിട്ടാണ്. പകൽക്കാലം ഞങ്ങൾ വിവിധ ഇടങ്ങളിൽ ആരാധനയ്ക്കായി കടന്നു പോവുകയും ഉച്ച കഴിഞ്ഞുള്ള ഈ സമയം ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ വീട്ടിലൊക്കെ ആയിരുന്നു വിശ്രമിക്കുകയോ മറ്റ് എന്ത് ഞങ്ങളുടെ കാര്യപരിപാടികളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യാമായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും നിത്യരക്ഷയെയും കുറിച്ച് ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ സമസൃഷ്ടങ്ങളായ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരായ മാതാപിതാക്കളായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായ ഈ കാലഘട്ടത്തിലെ ഞങ്ങളുടെ തലമുറകളോട് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ യേശുവിനെ കുറിച്ചുള്ളതായ ദിവ്യ സന്ദേശം, സുവിശേഷം അഥവാ നല്ല വാർത്ത അറിയിക്കണം എന്നുള്ള അതിയായ താല്പര്യവും അതിനുള്ളതായ പ്രേരണയും ഞങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ സുഖേന വീട്ടിലിരുന്ന് വിശ്രമിക്കുവാനും മറ്റൊന്നിനും സമയമില്ല. ഞങ്ങളും നിങ്ങളെപ്പോലെ പല ജോലികാര്യാദികളിലും ബിസിനസ്സുകളിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ തന്നെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ സ്വതന്ത്രമായി കർത്താവിലൂടെയുള്ളതായ ആ മഹാസന്തോഷം അറിയിക്കുക എന്നുള്ള ദൗത്യത്തോടെ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായ പാട്ടുകളും പ്രാർത്ഥനകളും എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന സുവിശേഷ സന്ദേശവും വളരെ അനുഗ്രഹവും നന്മയുമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ധനൂച്ചവരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലിവിൻ വേ മിനിസ്ട്രി എന്ന ഈ ടീം വളരെ ദീർഘവർഷമായി കവലകളിലും അതുപോലെ തന്നെ ഭവനങ്ങളുടെ മുറ്റത്തും ഒക്കെ വൈകിട്ട് കൺവെൻഷൻ, ഇങ്ങനെ ആശുപത്രി സന്ദർശനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തി വരികയാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ലഹരി വിമുക്ത സന്ദേശവും സുവിശേഷ സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലും കടന്നു വന്നിരിക്കുന്നത്. തുടർന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കുവാനുള്ളതായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദിവ്യ സമാധാനവും സന്തോഷത്തെയും കുറിച്ചുള്ള സന്ദേശം, നിങ്ങളുടെ വിലപ്പെട്ട സമയം, ചില നിമിഷങ്ങൾ നിങ്ങൾ ഈ വചനം കേൾക്കുവാൻ, ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ കാതോർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കർത്തവ്യത്തിലേക്ക് പോവുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസ് വിശേഷം 19-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു:
ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും കിടങ്ങു കുഴിച്ച് നിന്നെ വളഞ്ഞു, നാലുപുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്തു തള്ളിയിട്ട് കല്ലിന്മേൽ കല്ലു ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. അതെ, ഇന്ന് നാം അനുഭവിക്കുന്നതായ സന്തോഷവും സമാധാനവും ജീവിത സുഖങ്ങളെല്ലാം നാം പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ നമ്മളെ വിട്ട് അകന്നു പോകും. എന്നാൽ ആ സമയത്തും നമ്മുടെ ഉള്ളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ആത്മാവുണ്ട്. ആത്മാവിന് മരണമില്ല. മരണമില്ലാത്ത ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ച് നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോക ജീവിതത്തിൽ അല്പകാല വാഴ്ചയിൽ നാം ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട്. വളരെ സുഖകരമായ ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുന്നു, പാടുപെടുന്നു. നമ്മുടെ അധ്വാനങ്ങളും പാടുപെടലുകളുമെല്ലാം ഒരു വിധത്തിൽ ഫലപ്രദമായി വരുന്നുണ്ട്. നമ്മൾ അറിവുകൾ നേടുന്നു, ജോലികൾ സമ്പാദിക്കുന്നു, അധ്വാനിക്കുന്നു, നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു, സമ്പാദ്യങ്ങൾ നാം ശേഷിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ ഈ നേട്ടങ്ങളെല്ലാം തന്നെ നമ്മുടെ അല്പകാല ജീവിതത്തിൽ നമുക്ക് എക്കാലവും അനുഭവിക്കുവാൻ, അത് നമുക്ക് അനുഭവിച്ചു തീർക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണം ഏതു നിമിഷവും നമ്മുടെ ജീവിതത്തിൽ വന്നുപെടാം. അതിന് പ്രായമോ പക്വതയോ മറ്റൊന്നും തന്നെയില്ല. ഏതു സമയത്തും മരണം നമ്മെ വന്നു പിടിക്കാം. നാം എത്ര തിരക്കുള്ളവരായിരുന്നാലും, ഒരുപാട് ചുമതലകൾ ഉള്ളവരായാലും, നമുക്കൊരുപാട് ബാധ്യതകളുണ്ടെങ്കിലും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള പ്ലാനുകൾ, പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നവരാണെങ്കിലും, ഏതു പ്രായത്തിലായാലും മരണം നമ്മെ വന്നു പിടിച്ചാൽ എനിക്കിപ്പോൾ വരാൻ കഴിയത്തില്ലെന്ന് ആർക്കും തന്നെ ഒഴിഞ്ഞു മാറി നിൽപ്പാൻ കഴിയത്തില്ല. നാം ജനിച്ചിരിക്കുന്നു എങ്കിൽ മരണം വഴി ഈ ലോകത്തിൽ നിന്ന് നാം മാറ്റപ്പെടേണ്ടി വരും. എന്നാൽ മരണാനന്തര ജീവിതം എവിടെ ചിലവഴിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മരണത്തിനു ശേഷം മണ്ണാങ്കട്ട എന്ന് ചിന്തിക്കുന്നവരും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരും ഈ ലോകത്തിലുണ്ട്. മരണാനന്തരം ഒരു ജീവിതം ഉണ്ട്, ഒരു നിത്യതയുണ്ട്. യേശു കർത്താവ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. ജീവന്റെ അപ്പമായ യേശു കർത്താവ് നരകത്തെക്കുറിച്ച് പ്രസ്താവിച്ചു, സ്വർഗത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നു. എന്നാൽ ഒരു മനുഷ്യന്റെ ആത്മാവ് ഭൂലോകത്തേക്കാൾ വിലയുള്ളതാണ്. ഭൂലോകത്തേക്കാൾ വിലയുള്ള ആത്മാവിനെ നഷ്ടമാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ
എത്ര സമ്പത്തോ ധനമോ അതേ ബഹുമാനങ്ങളോ നേട്ടങ്ങളോ കയ്യൂക്കോടെ കാര്യക്കാരനായി നിങ്ങൾ നേടി, എന്നാലും മരണത്തിനൊടുവിൽ നിങ്ങൾക്കുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിച്ചില്ല എങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിച്ചില്ല എങ്കിൽ അതെല്ലാം വളരെ നഷ്ടമായി തീരും. അത് നമ്മുടെ മരണാനന്തര ജീവിതം എന്നുള്ളത് അല്പകാല ജീവിതമല്ല, നിത്യ യുഗങ്ങൾ, നിത്യകാലം. അവൻ നാം എവിടെയാണോ ചെന്നെത്തുന്നത് അവിടെ നാം ചെലവഴിക്കേണ്ടി വരും. നരകമായാലും സ്വർഗമായാലും എവിടെങ്കിലും ഒരിടത്ത് നാം ചെന്നെത്തിയേ മതിയാകൂ. മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ പോരാ. നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാനസാന്തരം വേണം. അത് ഈ നാളുകളിൽ അതേ സ്വർഗീയ സമാധാനം ലഭിക്കേണ്ടതിന് നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അത് ഒരു മനുഷ്യൻ പാപിയായി മരിക്കുന്നു എങ്കിൽ യേശുവിൽ വിശ്വസിക്കാതെ, യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിക്കാതെ, ജനിച്ച് വെറുതെ ജീവിച്ച് ഏതോ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായി എന്ന് ചിന്തിച്ച് പാപത്തിലും പാപപ്രവൃത്തിയിലും ഒക്കെ സന്തോഷിച്ച് നാം ജീവിക്കുന്നു എങ്കിൽ മരണാനന്തരം നാം പോകുന്ന ഇടമാണ് പാതാളം അഥവാ നരകം. അതിൽ നിന്ന് നമുക്ക് മോചനം ആവശ്യമാണോ? കർത്താവായ യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഞാൻ തരുന്ന സമാധാനം ലോകത്തിന് തരുവാൻ കഴിയത്തില്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ ഞായറാഴ്ചയുടെ സായവേളയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രബുദ്ധരായ ഞങ്ങളുടെ നാട്ടുകാരെ, സ്നേഹിതരെ, ഈ ലോകത്തിൽ സമാധാനത്തിനു വേണ്ടി വളരെയധികം അധ്വാനിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ചിലർ സമാധാനത്തിനു വേണ്ടി മദ്യത്തെയും മയക്കുമരുന്നിനെയും ആശ്രയിക്കുന്നു. ലഹരി ഉപയോഗങ്ങൾക്കൊക്കെ അധീനരായിത്തീരുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം, സമാധാനത്തിനായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം നിങ്ങൾക്ക് സമാധാനം നൽകുമോ? ആ സമാധാനം നിങ്ങൾക്ക് മറ്റുള്ളവരെ രക്ഷിക്കുവാൻ കഴിയുമോ? ഇന്ന് ലോകം തിരഞ്ഞെടുക്കുന്ന സമാധാന മാർഗങ്ങൾ, സ്വയം നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതേ ലോകത്തിന് കണ്ടു നിൽക്കുവാനും അത് കേട്ടു നിൽപ്പാനും കഴിയാത്ത വിധം വളരെ വൃത്തിഹീനവും മ്ലേച്ഛവും ഏറ്റവും ദോഷകരവുമായ നിലയിലുള്ള പ്രവൃത്തികളാണ്. ആകയാൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതരെ, ഈ നാളിൽ നിങ്ങളുടെ സമാധാനത്തിനായിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയണമെങ്കിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അവൻ സ്വീകരിക്കണം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം യേശുവിനെ
നൽകുവാൻ തക്കവണ്ണം യേശു ഈ ലോകത്തെ സ്നേഹിച്ചു. യേശു നമ്മെ സ്നേഹിച്ചു. യേശു നമുക്ക് സമാധാനം നൽകുവാൻ നമ്മുടെ പാപത്തിന് പരിഹാരകനായി ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ പോലെ കന്യകാമറിയയിലൂടെ പൂജാതനായി, അതെ, ഈ ലോകത്തിൽ ജീവിച്ച് നമുക്ക് മാതൃകയായി തീർന്നു. ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യനെ രക്ഷിപ്പാൻ അതെ മനുഷ്യനായി തന്നെ മറ്റു യാതൊരു മാർഗങ്ങളും സ്വീകരിക്കാതെ മനുഷ്യന്റെ രക്ഷയ്ക്ക് മനുഷ്യനായി തന്നെ ഈ ലോകത്തിൽ അവൻ കടന്നു വരണമെന്ന് വിചാരിച്ച് മനുഷ്യനായി വന്ന് പാപമില്ലാത്തവനായി ജീവിച്ച് അവ അനേകം നന്മ പ്രവർത്തികൾ, പുണ്യപ്രവർത്തികൾ ലോകത്തിൽ ചെയ്ത് അവൻ ഒരു പാപിയെ പോലെ ലോകമാനവന്റെ പാപം മുഴുവനും തങ്ങൾ ഏറ്റുകൊണ്ട് ക്രൂശിന്മേൽ തൂക്കപ്പെട്ടു. അതേ ക്രൂശിലൂടെ യേശു അവൻ സ്വത്രം സഹിച്ച സകല വേദനയും കഷ്ട അനുഭവങ്ങളും നാം പാപത്തിൻ്റെ ശിക്ഷയായി നരകത്തിൽ ചെന്ന് അനുഭവിക്കേണ്ടുന്ന വേദനയും ഭാരവും ആണ് കർത്താവ് ക്രൂശിന്മേൽ തൻ്റെ മേലേറ്റ പീഡകളിലൂടെ സഹിക്കുവാനിടയായി തീർന്നത്. അങ്ങനെ പാപിയായി ജനിച്ച മനുഷ്യൻ പാപത്തിൽ മരിച്ച് പാതാളത്തിൽ പോകാതെ പാപപരിഹാരകനായി കാൽവരി ക്രൂശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എൻ്റെ പാപത്തിനായിട്ടാണ്, എൻ്റെ പാപപരിഹാരാർത്ഥമാണ് പീഡ സഹനങ്ങൾ ഏറ്റുകൊണ്ട് ക്രൂശിന്മേൽ മരിച്ച് അവൻ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്ത് എഴുന്നേറ്റ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾ പാപപരിഹാരത്തിനായി മറ്റൊരിടത്തും പോകേണ്ട ആവശ്യമില്ല. നേർച്ച കാഴ്ചകൾ കഴിക്കേണ്ട, പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട, ശരീരത്തിൽ ദണ്ഡനം ഏൽക്കേണ്ട, ശരീരത്തെ ദണ്ഡിപ്പിക്കേണ്ട. നിങ്ങൾ ഒരു കാശ് പോലും മുടക്കാതെ നിങ്ങൾക്ക് കേവലം വിശ്വാസത്താൽ അവൻ ദൈവരാജ്യത്തിലേക്കുള്ള നിത്യജീവനിലേക്കുള്ള പ്രവേശനം സാധ്യമാകും എന്ന് ഇതുവരെയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഏതു മാനസിക വ്യഥയിൽ ആയിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നീറുന്ന പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും യേശു മതിയായ ഉത്തരമാണ്. എന്തുകൊണ്ടാണ് ഈ നാളിൽ നിങ്ങളുടെ സമാധാനത്തിനായുള്ളത് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു എന്ന് വേദപുസ്തകം വിളിച്ചു പറയുന്നു. അതെ, ഈ കാലം ദുഷ്കാലമാണ്. അനേകർ തെറ്റുകളിലേക്ക് സ്വയം വഴുതി വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതേ, പാപത്തിലേക്ക് അവൻ സ്വത്രം ആ
വീണ് പാപത്തിൻ്റെ വഴികളിലൂടെ ആമേൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് അന്ത്യകാലം. ആമേൻ, സ്തോത്രം. ഈ കാലം അന്ത്യകാലമെന്ന് വേദപുസ്തകം പറയുവാൻ കാരണം മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വൻപു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണാദേശികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായി ആമേൻ, സ്തോത്രം, ജീവിക്കുമ്പോൾ ദൈവം നമ്മോട് വിളിച്ചു പറയുകയാണ്, അങ്ങനെയുള്ള നമ്മുടെ വഴികളെ എല്ലാം വിട്ടൊഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപജീവിതത്തെ ഉപേക്ഷിച്ച് പാപികൾക്ക് വേണ്ടി അവൻ ജീവൻ ഹോമിച്ച് അവൻ പാപയാഗമായി അർപ്പിക്കപ്പെട്ട് പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ വെളിച്ചമായി തീർന്ന യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെ അവൻ ഇരുട്ടു മാറ്റുവാൻ, അന്ധകാരം മാറ്റുവാൻ, സകല മനുഷ്യരുടെയും തിന്മ പ്രവൃത്തികളിൽ നിന്ന് ആകാത്ത ജീവിത വഴികളിൽ നിന്ന് നേരായി ജീവിക്കുവാൻ ഒരു പുതിയ മാർഗം അവൻ നമുക്ക് മുൻപിൽ കാട്ടിത്തന്നിരിക്കുമ്പോൾ, സ്നേഹിതരെ, നമുക്ക് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഒരു പാപബോധം ഉണ്ടാകുന്നു എങ്കിൽ, പശ്ചാത്താപമുണ്ടാകുന്നു എങ്കിൽ, നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ടോ നമ്മുടേതായ നേർച്ച കാഴ്ചകൾ കൊണ്ടോ നമ്മുടെ തീർത്ഥാടനങ്ങൾ കൊണ്ടോ ഒന്നും തന്നെ നമുക്ക് ആമേൻ സാധിക്കാത്ത വലിയൊരു ആമേൻ കാര്യം, നിത്യത, നിത്യസന്തോഷം നമുക്ക് ദൈവത്തിൽ നിന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയും. യേശു ആമേൻ, സ്തോത്രം, ഇങ്ങനെ പറഞ്ഞു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന് യേശുവിലുള്ള സമാധാനം തരുവാൻ കഴിയത്തില്ല. മദ്യത്തിനോ മയക്കുമരുന്നുകൾക്കോ ആമേൻ ലഹരി ഉപയോഗങ്ങൾക്കോ അല്പസമയം നാം ബോധമില്ലാത്തവരായി ഒരു കറക്കത്തിൽ നമുക്ക് ഒന്നും അറിയാത്തവരെ പോലെ ആമേൻ, സ്തോത്രം, കഴിയാമെന്നല്ലാതെ ഒരു കുടുംബത്തിൻ്റെ ആമേൻ, സ്തോത്രം, നന്നായുള്ള ആമേൻ, സ്തോത്രം, ആ ജീവിതത്തിനും ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും നേരായ നിലയിലുള്ള വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും മദ്യമോ മയക്കുമരുന്നോ പുകവലിയോ മറ്റ് ആമേൻ, സ്തോത്രം, നേരല്ലാത്ത ജീവിത പ്രവൃത്തികൾക്കോ കഴിയാതിരിക്കുമ്പോൾ ആമേൻ, യേശുവിൽ വിശ്വസിച്ച് യേശുവിനു വേണ്ടി ഹൃദയം സമർപ്പിക്കപ്പെട്ട ആമേൻ അനേക ജീവിതങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് സമാധാനം നൽകുകയും നിത്യസന്തോഷവും നിത്യ ആമേൻ വെളിച്ചവുമായി ആമേൻ അനേകർക്ക് യേശുക്രിസ്തു ആമേൻ ആശയവും അർത്ഥവും വഴിയുമായി മാറിയപ്പോൾ, പ്രിയമുള്ളവരെ, അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹമാകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു, അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ആ സമാധാനം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ആ സന്തോഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ?
ഒരേ ഒരു വഴി യേശു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും ദൈവരാജ്യത്തിൽ കടക്കയില്ല. സ്നേഹിതരെ, ആമേൻ സ്തോത്രം, ദൈവമില്ല എന്ന് ആമേൻ സ്തോത്രം അനേകർ പറയുന്നു. അവൻ മ്ലേച്ഛമായ നീതികേടുകൾ പ്രവർത്തിപ്പാൻ മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്ത, ഒരിക്കലും മനുഷ്യർ കാണുവാനോ കേൾക്കുവാനോ താല്പര്യമില്ലാത്ത ദുർനടപ്പു ജീവിതങ്ങൾ, ആമേൻ അക്രമങ്ങൾ, അതിക്രമങ്ങൾ ചെയ്ത് തികയ്ക്കുവാൻ ആമേൻ സ്തോത്രം ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ ദൈവമില്ല എന്ന് പറയുന്നു. ആമേൻ ദൈവത്തിൻ്റെ നാമത്തെ ആമേൻ സ്തോത്രം വിശ്വസിക്കുവാൻ കഴിയാതിരിക്കുന്നു. ആമേൻ അതേ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ആമേൻ സ്തോത്രം, അത് ദൈവമില്ല എന്ന മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ആമേൻ അവർ മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. സകല മ്ലേച്ഛമായ നീതികേടുകളിൽ നിന്നും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ ദോഷമായ പ്രവൃത്തികളിൽ നിന്നും ഒക്കെ മാനസാന്തരം ജീവിതത്തിലുണ്ടായി ആമേൻ ദിവ്യ സമാധാനത്തിന്, നിത്യരക്ഷയ്ക്ക് ഉതകുന്ന ഈ ജീവന്റെ സന്ദേശം നിങ്ങൾ ശ്രവിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കാമെങ്കിൽ പിശാചും ആമേൻ സ്തോത്രം അവൻ്റെ പ്രവൃത്തികളും കൊണ്ട് ജീവിതം ദുസ്സഹമാക്കി ആമേൻ തകർത്തിട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവ് പണിയുവാനിടയായിത്തീരും. നിങ്ങളൊരു മദ്യപാനിയാണോ? നിങ്ങളൊരു ആമേൻ സ്തോത്രം ആ ദേശത്തിൽ സാക്ഷ്യമില്ലാതെ ആമേൻ നീതികേട് പ്രവർത്തിച്ച് ആമേൻ മോഷ്ടാവായി, ആമേൻ വ്യഭിചാരിയായി, ആമേൻ അങ്ങനെയൊക്കെ ജീവിതത്തിൽ ആമേൻ അതിക്രമക്കാരനായി, ആമേൻ അടിപിടി അക്രമങ്ങളിൽ ഒക്കെ ആമേൻ ഏർപ്പെട്ട് ജീവിതത്തിൽ ആമേൻ നേരെ ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങളായിത്തീർന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ ജീവിതത്തെ അത് മാറ്റി മറിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഞാൻ പ്രസംഗിക്കുന്ന ആമേൻ സ്തോത്രം ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ യേശു ക്രിസ്തുവിന് ആമേൻ നിങ്ങളുടെ ഹൃദയത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ഈ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ആമേൻ കടന്നു വരുവാൻ, ഈ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ, സ്വീകരിക്കുവാൻ നിങ്ങളെ ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആമേൻ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.